എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ്, ക്യാരറ്റ് മസാല ദോശ. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഒരു സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. സവാള ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് 2 ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി അരിഞ്ഞു ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഈ ഒരു പാകമാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗ്രീൻ പീസ് വേവിച്ചതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ 2 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിനെ പൊടിച്ചെടുക്കുക. 2 പൊട്ടറ്റോ ആണെങ്കിൽ ഒരു സവാള, അങ്ങനെയാണ് കണക്ക്. പൊട്ടറ്റോ പൊടിക്കുമ്പോൾ നല്ലതുപോലെ വേണമെങ്കിൽ പൊടിക്കാം, ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം മൂടി വേവിക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. 1/4 കപ്പ് പത്തിരിപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 പിഞ്ച് സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ മസാല ദോശ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ടുള്ള മാവ് ആണ് ഇവിടെ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ആ മാവ് ഇതിലേക്ക് എടുത്ത് ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ലൂസാക്കിയാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. മാവ് കലക്കി 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചട്ടി ചൂടാകുമ്പോൾ ഓരോ സ്പൂൺ മാവ് വീതം എടുത്ത് ഒഴിച്ച് പരത്തിയെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കാനുള്ളത്. ഇങ്ങനെ പരത്തിയെടുക്കുക. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ മറിച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുക. അടുത്ത മാവ് ഒഴിക്കുന്നതിന് മുന്നേ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം മാവ് കോരി ഒഴിച്ച് ചുറ്റിയെടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കുക. ചുട്ടെടുത്ത ദോശയിൽ 2 ടേബിൾ സ്പൂൺ മസാല വീതം വെച്ച് മടക്കിയെടുക്കുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പു സുമീസ്.